മനസ്സ് വായിക്കുന്ന യന്ത്രം ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ മറ്റൊരാളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? കോംപ്ലിക്കേറ്റഡ് ആയോ? ഇല്ലല്ലോ. അപ്പോ മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു സ്കില്ല് മതി. അതെന്താന്ന് വെച്ചാൽ ഒബ്സർവേഷൻ സ്കില്ല്. നമ്മൾ അവരുടെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഒബ്സർവ് ചെയ്യുക. അതിന് ചെറിയ ഇമോഷൻസ് ആയാലും സന്തോഷം അല്ലെങ്കിൽ സങ്കടം അതുപോലും നമ്മൾ ഒബ്സർവ് ചെയ്ത് അവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഈ ഒബ്സർവേഷൻ സ്കില്ല് കൂടുതൽ ഉണ്ടാവുന്നത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും. അതെന്താന്ന് വെച്ചാൽ ഈ ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവർ എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. അപ്പൊ അവരായിരിക്കും കൂടുതൽ മറ്റുള്ളവർ ഒബ്സർവ് ചെയ്യുന്നവര്. അപ്പൊ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഫ്രണ്ട്സിലവരെ ശ്രദ്ധിച്ചോ, അവരെപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ ഓരോ നീക്കവും മനസ്സിലാക്കുന്നുണ്ടാവും. ഈ ഒബ്സർവേഷൻ സ്കില്ല് എന്ന് വെച്ചാൽ സൈക്കോളജിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. ഞാൻ കുറച്ചൊക്കെ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. അപ്പൊ കം ടു ദ പോയിന്റ്. നമുക്ക് ഈ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് വഴികൾ പറഞ്ഞുതരാം. ഇതായാലും ഒബ്സർവേഷനിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റല്. അപ്പം അതിന് ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മ ഒരാളോട് അവര് സർപ്രൈസ്ഡ് ആവുന്ന വിധത്തിൽ ഒരു കാര്യം പറയുന്നു വിചാരിച്ചു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു വിചാരിച്ചു. അപ്പം അവര് സർപ്രൈസ്ഡ് ആയിട്ട് ഒരു 1-2 മിനിറ്റ് നിൽക്കുകയാണ്. അത് അവര് ഫേക്ക് ചെയ്യുന്നതാണെന്ന് അർത്ഥം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് സർപ്രൈസ്ഡ് ആയിട്ട് 3 സെക്കൻഡിൽ കൂടുതൽ നിൽക്കാൻ പറ്റൂല എന്നാണ് സൈക്കോളജിയിൽ പറയുന്നത്. അപ്പം അവര് 3 സെക്കൻഡിൽ കൂടുതൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് അവര് ഫേക്ക് ചെയ്യുന്നതാണെന്ന് അർത്ഥം. ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമാവണ്ടെന്ന് കരുതിയിട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഒരാൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, താടിക്ക് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ സംസാരത്തിൽ അല്ലെങ്കിൽ അവർ ഭയങ്കര ജാഗ്രതയുള്ളവരായിരിക്കും എന്ന് പറയുന്നു. പിന്നെ ഈ ഇതൊക്കെ സൈക്കോളജിയിൽ പറയുന്നതാണ്. പക്ഷെ ഇത് 100% ശരിയാവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 80%, 90% ഒക്കെ ആയിരിക്കും ശരിയാവല്. 100% ഇത് ആവണമെന്നില്ല. അടുത്തത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന ടൈമിൽ അവരുടെ കാല് നമ്മൾക്ക് നേരെ പോയിന്റ് ചെയ്തിട്ടാണ് ഉള്ളതെങ്കിൽ സംസാരിക്കുന്ന ടൈമിൽ അവർക്ക് നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് അവർക്ക് നല്ല താല്പര്യമുള്ള ടോപ്പിക്കാണ്, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ നല്ല താല്പര്യമുണ്ട്, ഇതൊക്കെയാണ് മീനിങ് വരുന്നത്. ഇനി അവരുടെ കാല് നമ്മൾക്ക് നേരെയല്ല പോയിന്റ് ചെയ്യുന്നതെങ്കിൽ, വേറെ ഏതെങ്കിലും സൈഡിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് കേൾക്കാനും അവർക്ക് വലിയ താല്പര്യമില്ല എന്നർത്ഥം. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള് ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോ. അങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ അതിൽ ഓരോരുത്തരും അവരുടെ കാല് നേരെ പോയിന്റ് ചെയ്തിട്ടുള്ളത് അവർക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവരുടെ നേർക്കായിരിക്കും അവരുടെ ആ കാല് രണ്ടും പോയിന്റ് ചെയ്തിട്ടുണ്ടാവല്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോ, ഓരോരുത്തരും അവർക്ക് കൂടുതൽ താല്പര്യമുള്ളവരുടെ നേരെ ആയിരിക്കും കാല് രണ്ടും പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്ത കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ സംസാരിക്കുമ്പം അവരുടെ കണ്ണ് ഭയങ്കരമായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തോ സ്ട്രെസ്സിലാണ്, അല്ലെങ്കിൽ അവരെന്തോ നെർവസ് ആണ്, അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ്, ഇതൊക്കെയാണ് കണ്ണ് ഭയങ്കരമായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നതിന് സൂചിപ്പിക്കുന്നത്. ഇനി അവര് സ്ലോ ആയിട്ടാണ് ബ്ലിങ്ക് ചെയ്യുന്നതെങ്കിൽ അവര് റിലാക്സ് ആണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അർത്ഥം. അടുത്ത കാര്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇപ്പൊ ഒരാൾ ഇരുന്ന പാട് അവരുടെ കാല് ക്രോസ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അവര് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അംബീഷൻ ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ അവരെല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്ത് ചെയ്യുന്ന അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും ഇരുന്ന പാടി കാലിന്റെ മുകളിൽ കാലൊക്കെ കയറ്റി വെക്കുന്നവർ. അടുത്തത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരാൾ നമ്മൾ ചെയ്യുന്ന അതേ ഗസ്റ്റേഴ്സ് ഇങ്ങനെ അനുകരിക്കുന്നു, നമ്മൾ അതുപോലെ അനുകരിക്കുന്നവർ, അങ്ങനെയുള്ളവര് അവർ നമ്മളായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മളൊക്കെ ഭയങ്കര കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്നത്, അങ്ങനെ പറയുന്നു. അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നതെങ്കിൽ അവർ കുറച്ച് നെർവസ് ആണ്, അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ കുറച്ച് സ്ട്രെസ്സിലാണ്. അങ്ങനെയുള്ളവരാണ് സംസാരിക്കുമ്പോൾ ഭയങ്കര സ്പീഡായിട്ട് സംസാരിക്കുന്നത്. കാമായിട്ട് അല്ലെങ്കിൽ സ്ലോ ആയിട്ട് സംസാരിക്കുന്നവർ ഭയങ്കര കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും എന്ന് പറയുന്നു. അടുത്തത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരാൾ സംസാരിക്കുമ്പം അവരുടെ കൈ ഇങ്ങനെ വായൊക്കെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അത്ര ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്, റോങ് ഇൻഫർമേഷൻ ആണ്, അല്ലെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ എന്തോ ഒരു ഡിസ്കംഫേർട്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെന്തോ നുണ പറയുമ്പം അങ്ങനെയൊക്കെയാണ് ഈ സംസാരിക്കുന്ന സമയത്ത് വായൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്.
ഇനി ഓപ്പൺ ഹാൻഡ് റൈറ്റിങ്ങിനൊക്കെ അങ്ങനെയൊക്കെ ആണ് സംസാരിക്കുന്നതെങ്കിൽ അവർ ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്ന് പറയുന്നത്. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 100% ശരിയാവണം എന്നൊന്നുമില്ല. ഈ സോഷ്യൽ ആങ്സൈറ്റി ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവരൊക്കെ ഈ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇതുപോലെ ഇങ്ങനെ വായൊക്കെ പൊത്തിപ്പിടിക്കാറുണ്ട്. അപ്പം അവരിത് നുണ പറയുന്നതുകൊണ്ടായിരിക്കൂല അങ്ങനെ വായു പൊത്തിപ്പിടിക്കുന്നത്. അടുത്തത് ഐ കോണ്ടാക്റ്റിന്റെ കാര്യമാണ്. ഇപ്പൊ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഐ കോണ്ടാക്ട് വെക്കുന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെയാണ് മീനിങ് വരുന്നത്. എന്നിരുത്തി ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് വെക്കുമ്പോൾ ഇവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഒരു കോൺഫിഡൻ്റ് ആയതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ഐ കോണ്ടാക്ട് വെക്കുന്നത്. അങ്ങനെ ഒരു അർത്ഥമുണ്ട്, രണ്ട് മീനിങ്ങും വരുന്നുണ്ട്. ഇനി അപ്പോൾ അവർ ഐ കോണ്ടാക്ട് വെക്കുന്നില്ലെങ്കിൽ അവർ ഭയങ്കര ഡിസ്കംഫർട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ആ സംസാരത്തോട് താല്പര്യമില്ല, അങ്ങനെയൊക്കെയാണ് അർത്ഥം. അടുത്തത് നമ്മളുടെ ഷോൾഡർ പൊസിഷനാണ്. ഷോൾഡർ ഇങ്ങനെ റേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ അവരെന്തോ ടെൻഷനിലാണ്, അല്ലെങ്കിൽ അവരെന്തോ നുണ പറയുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് അർത്ഥം. അവർ ഷോൾഡർ സാധാ പോലെയാണ് വെച്ചിട്ടുള്ളതെങ്കിൽ നോർമലാണ്, ഓക്കെയാണ്, അങ്ങനെയാണ് അർത്ഥം. അടുത്തത് ചിരിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോഴും നമ്മൾ ചിരിക്കുന്ന ടൈമിൽ നമ്മളെ ചിരി ചിരി കണ്ണിലെത്തണം എന്നാണ് പറയാറ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് ചെറുതായിട്ട് ഇവിടെ റിങ്കിൾസ് പോലെ വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് റിയൽ സ്മൈലാണെന്ന് പറയും. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അതൊരു ഫേക്ക് സ്മൈലാണെന്ന് പറയും. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വെച്ചിട്ട് ആ സംസാരം നിർത്തുക. അപ്പം ആ സംസാരം നിർത്തുമ്പോൾ അവരത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആ ഒരു സൈലൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു. അവർ നെർവസ് ആണെന്ന് അർത്ഥം. അല്ല, അവർ കാമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കോൺഫിഡൻ്റ് ആണെന്ന് അർത്ഥം. അമിതമായിട്ട് ചിരിക്കുന്നവര്, അതിനിപ്പോൾ ചെറിയ കോമഡിക്ക് പോലും ഭയങ്കരമായിട്ട് ചിരിക്കുന്നവരാണെങ്കിൽ അവര് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരായിരിക്കും. ഇനി നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കി അവര് അങ്ങനെ ചിരിക്കുന്നവർ എപ്പോഴും ലോങ്ലി ആയിട്ടുള്ളവരായിരിക്കും, മനസ്സിൽ ഭയങ്കര ലോങ്ലി ആയിട്ടുള്ളവരായിരിക്കും. അവരെ ഒന്ന് കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചോ. അടുത്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അല്ലെ ഒരാൾ നോക്കുന്ന ടൈമിൽ നമ്മളെ കൃഷ്ണമണി വലുതാവുന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് എന്തെങ്കിലും അട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അവരോട് ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇനി ആ കൃഷ്ണമണി ചെറുതാവുന്നുണ്ടെങ്കിൽ വിഷമത്തിലാണ്, അല്ലെങ്കിൽ അവര് കുറച്ച് ദേഷ്യത്തിലാണ്, അങ്ങനെയൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചുറ്റും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ അതിലൊരാൾ ഒരു കോമഡി പറഞ്ഞു, ഒരാൾ കോമഡി പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചിരിക്കുകയാണ്. അപ്പം ഓരോരുത്തരും ചിരിക്കുന്ന ടൈമിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ ആയിരിക്കും ആദ്യം നോക്കുന്നത്. നിങ്ങളിപ്പോ കുറച്ച് ആൾക്കാർ കൂടി നിന്നിട്ട് സംസാരിക്കുന്ന ടൈമില് ഇപ്പം ഒരാൾ ഒരു കോമഡി പറഞ്ഞു, അപ്പം ഞാനിപ്പം നോക്കി ആ കോമഡി പറഞ്ഞ് ചിരിക്കുന്ന ടൈമിൽ ഞാൻ നോക്കുന്നത് എനിക്ക് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആൾ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരെ ആയിരിക്കും ഞാൻ നോക്കുന്നത്. അവരും കൂടെ ചിരിക്കുന്നുണ്ടോന്ന് കൺഫേം ചെയ്യാനോ അങ്ങനെ വല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നമ്മളിപ്പോ ബ്രീത്ത് ചെയ്യുന്നത് ബെല്ലിയിലെ കൂടിയാണ്. അപ്പൊ അതും ഷിഫ്റ്റ് ആയിട്ട് ചെസ്റ്റിലെ കൂടിയാണ് ബ്രീത്ത് ചെയ്യുന്നതെങ്കിൽ അവരെന്തോ നെഗറ്റീവായിട്ടുള്ള എനർജി ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. നെഗറ്റീവായിട്ടുള്ള ഇമോഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അതായത് അവർ ഒന്നുകിൽ സാഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. ദേഷ്യത്തിലുള്ളവരൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരിങ്ങനെ ചെസ്റ്റിലെ കൂടി ആയിരിക്കും ബ്രീത്ത് ചെയ്യുന്നത്. ഇപ്പൊ ആരെങ്കിലും നമ്മളോട് സംസാരിക്കുന്ന ടൈമിൽ അവർ ഹെയർ ഒക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് നേരെയാക്കി വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ മുന്നിൽ ഒരു ഗുഡ് ഇംപ്രഷൻ വേണം എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഒരു ഗുഡ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഹെയർ ഒക്കെ ഫിക്സ് ചെയ്ത് ശരിയാക്കുന്നതെന്ന് അങ്ങനെ ഒരു മീനിങ് ആയിരുന്നു. അടുത്തത് ഇപ്പൊ നമ്മൾ ഒരാളോട് നഖം കാണിക്കാൻ പറഞ്ഞു എന്ന് വിചാരിച്ചു. നഖം കാണിക്കാൻ പറഞ്ഞു അവരിങ്ങനെയാണ് നഖം കാണിക്കുന്നതെങ്കിൽ അവരെ വിശ്വസിക്കാം, അവർ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണെന്ന് പറയുന്നു. ഇനി നേരെ മറിച്ച് അവരിങ്ങനെയാണ് നമ്മുടെ നഖം കാണിക്കുന്നതെങ്കിൽ അവർക്ക് അത്ര ഓപ്പൺ മൈൻഡഡ് അല്ല, നമ്മളോട് അത്ര കംഫർട്ട് അല്ല, അവരെന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയാണ് അർത്ഥം. ഇനിയിപ്പോ ലാസ്റ്റ് വണ്ണാണ്, ഇപ്പൊ ഒരാൾ സംസാരിക്കുന്ന ടൈമിൽ അവരിടയ്ക്ക് വെച്ച് നിർത്തുന്നു, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഡിസ്കംഫേർട്ട് ആണെന്നാണ് അർത്ഥം, അതിനർത്ഥം. അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ആങ്സൈറ്റീന്റെ പ്രശ്നമുണ്ട്, അങ്ങനെയും അർത്ഥം വരുന്നുണ്ട്. ഇത് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്, അപ്പം എനിക്ക് ആങ്സൈറ്റീന്റെ പ്രശ്നം കുറച്ചുണ്ട്. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരാളെ ഏകദേശം ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതാണ് എന്റെ കയ്യിലുള്ള മനസ്സ് വഹിക്കുന്ന യന്ത്രം, ഒബ്സർവേഷൻ സ്കിൽ.